കർത്താവിൻ്റെ ധന്യനാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഏകാഗ്രതയോടെ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് നമുക്ക് സഹായം വരുന്നു. കാൽ വഴുതാൻ സമ്മതിക്കാത്തവൻ, പ്രാണനെ കാക്കുന്നവൻ, ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. തിരുമഹത്വം ഇന്ന് പകലും നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം താൻ അവർ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. പ്രിയരെ, ഈ ദൈവം നമ്മുടെ പേരിൽ അറിയപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട എല്ലാ മേഖലകളും ക്രമീകരിച്ച വിശുദ്ധിയോടെ വിശ്വസ്തരായി ആത്മീയരായി വചനപ്രകാരം ജീവിപ്പാൻ അവിടെ നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും. കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിപ്പാൻ ദൈവം നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോക്കിയവരെ ആരെയും ദൈവം തള്ളിക്കളഞ്ഞില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. നോക്കി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഞാൻ കഴിഞ്ഞ നാൾ നോക്കി പരാജയപ്പെട്ടു? എന്നാൽ തിരിച്ചു പറയാൻ പറ്റും, പലയിടത്തും നോക്കി പരാജയപ്പെട്ടു. അവസാനം എൻ്റെ കർത്താവിങ്കലേക്ക് നോക്കിയപ്പോൾ എൻ്റെ പരാജയങ്ങൾ മാറി. സ്തോത്രം. എല്ലായിടത്തും പോയി പരീക്ഷിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. പക്ഷെ കർത്താവിലേക്ക് നോക്കിയപ്പോൾ തകർച്ചയെന്ന് ഉയർത്തിയൊരു ദൈവമുണ്ട്. ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയില്ലേ? സ്തോത്രം. ദൈവത്തെ ഞാൻ കാത്തിരുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാത്തിരിക്കുന്നവർ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, ബലമില്ലാത്തവന് ബലം നൽകുന്ന, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്. സ്തോത്രം. നാം സേവിക്കുന്ന ദൈവമാണ്. കരുത്ത് നൽകുന്ന ദൈവം, ധൈര്യം നൽകുന്ന ദൈവം, ബലഹീനതയിൽ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ബലം ക്ഷയിക്കുമ്പോൾ പ്രിയരെ പലരും ഉപേക്ഷിച്ചു പോകും, പലരും മാറും. പക്ഷേ വാർദ്ധക്യവും നരയുള്ള കാലത്തും ബലം ക്ഷയിക്കുമ്പോഴും കഷ്ടതയുടെ തീച്ചുളയിലാകുമ്പോഴും ഉപേക്ഷിക്കാത്ത ഒരു ദൈവവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമായവൻ നമ്മുടെ കർത്താവല്ലാതാരാ? സ്തോത്രം. തുണയെന്നല്ല എഴുതിയിരിക്കുന്നത്, ഏറ്റവും അടുത്ത തുണ നമ്മുടെ ദൈവമാണ്. കുറവത്തമാർക്ക് പറയാൻ കഴിയുന്നത് അതാണ്. കഷ്ടങ്ങൾ അതുകൊണ്ട് പോയി മാറട്ടെ, പർവ്വതം കുലുങ്ങട്ടെ, അത് സമുദ്രത്തിൻ്റെ മധ്യേ വീഴട്ടെ, അതിലെ വെള്ളം ഉരിച്ച് കലങ്ങട്ടെ, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ദൈവം ഞങ്ങളുടെ സങ്കേതമാണ്, ദൈവം ഞങ്ങളുടെ ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് എന്ന് ധൈര്യത്തോടെ പ്രഖ്യാപിക്കാൻ ഭക്തന്മാർക്ക് കഴിയും. സ്തോത്രം. അല്ലേ? എത്രയോ തീച്ചുളയുടെ അനുഭവങ്ങൾ അപ്പോസ്തലന്മാർ കടന്നുപോയി. ഉപദ്രവങ്ങൾ, പട്ടിണികൾ, വേദനകൾ, സങ്കടങ്ങൾ, സംഘർഷങ്ങൾ, അകത്തും പുറത്ത് യുദ്ധം, ഒറ്റപ്പെടലുകൾ, കരാഗ്രഹങ്ങൾ. പക്ഷേ സേവിച്ചു വരുന്ന ആരാന്നും ഉടയവൻ ആരാന്നും അവരുടെ അകത്ത് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് അവർ തകർന്നു പോയില്ല, അവർ ക്ഷീണിച്ചു പോയില്ല. അവർ ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം മനസ്സിലാക്കി ആത്മാവിൽ സന്തോഷിക്കാനിടയായി തീർന്നു. ഈ ദൈവം ആരാന്ന് അവർക്കൊരു ഉറപ്പുണ്ട്. ഈ കർത്താവ് ആരാണ്? സേവിച്ചു വരുന്നവൻ, ഉടയവൻ ആരാന്ന് ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനെയാണ് വിശ്വസിച്ചത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഒരറിവകത്ത് വരണം കേട്ടോ. പകുതി വഴി കിട്ടേച്ചു പോകുന്നവനല്ല, നിത്യത വരെ എത്തിക്കുവാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന്
ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. ദൈവത്തിന് മഹത്വം. 26 സങ്കീർത്തനം 1 വാക്യം. യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനാണ്. ന്യായം പാലിച്ചു തരണമേ എന്നുള്ള പ്രാർത്ഥന. സ്തോത്രം. ന്യായം നഷ്ടപ്പെടുമ്പോൾ, നീതി നഷ്ടപ്പെടുമ്പോൾ, നേര് മറിച്ചു കളയുമ്പോൾ, അവകാശത്തിന്മേൽ കടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ, കൂടെ നിന്നവർ തള്ളിപ്പറയുമ്പോൾ, നീ പോ എന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ദാവീദിന് പറയാനുള്ളത്, യഹോവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. കാരണം ഞാൻ നടക്കുന്നത് നിഷ്കളങ്കതയിലാണ്. നിഷ്കളങ്കനായ നടക്കുന്നത്. 17 സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പറയേ, കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. നീതി നിഷേധിക്കപ്പെട്ട പലരോടും പരിശുദ്ധാത്മാവിന് ഇന്ന് പറയാനുള്ളത്, ന്യായം തരുന്ന ഒരു ദൈവമുണ്ട്. സത്യം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. അല്പസമയം നിങ്ങൾ മൗനമായിരിക്കൂ. നിങ്ങളെ ആരും അറിയുന്നില്ല, നിങ്ങളുടെ വിഷയം ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞ സത്യം ആരും അംഗീകരിക്കുന്നില്ല. പക്ഷേ സത്യം വെളിപ്പെട്ടു വരുന്നൊരു സമയമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അവിടുന്ന് അത് വെളിപ്പെടുത്തി തരും. അത് എവിടെ വെളിപ്പെടുത്തണമോ ദൈവം അത് വെളിപ്പെടുത്തി തരുമെന്ന് അവിടുത്തെ ആത്മാവിലൂടെ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. നിഷ്കളങ്കതയോടെ നടക്കൂ. നിങ്ങളുടെ പ്രാർത്ഥന വ്യർത്ഥമല്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചില്ലേ, ആരും കാണുന്നില്ല, എനിക്കൊരു നീതി കിട്ടുന്നില്ല, ന്യായം കിട്ടുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ദൈവം പറയുക, നിങ്ങളെ അറിയുന്ന ഒരുവനാണ്. ഹല്ലേലൂയ. നിങ്ങളെ കാണുന്ന ഒരുവനുണ്ട്. നീതി ന്യായവും വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത ഭാഗവും ശ്രദ്ധിക്കൂ. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇളകിപ്പോകരുത്. യഹോവ ഭക്തൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധി വരട്ടെ, കാറ്റ് വരട്ടെ, തിര വരട്ടെ, യോർദാന്റെ ശക്തികൾ വരട്ടെ, അമാന്യ ശക്തികൾ എഴുന്നേൽക്കാൻ ഇസബലിൻ്റെ വ്യാപാരങ്ങളുണ്ട്. പക്ഷേ ഇളകാതെ ഞാൻ നിൽക്കും. ഇളകാതെ ഞാൻ യഹോവയിൽ ആശ്രയിക്കും. കാരണം എൻ്റെ ദൈവാരാന്ന് എനിക്കറിയാം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ആരാന്ന് എനിക്കറിയാം. അനാദിയായും ശാശ്വതമായൊരു ദൈവമാണ് എന്നെ വിളിച്ചത്. രാജാതി രാജാവും കർത്താതി കർത്താവുമായ എൻ്റെ ഉടയവൻ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുനരുത്ഥാനം ചെയ്തവനാ എൻ്റെ പിതാവ്. അതുകൊണ്ട് ഞാൻ ഇളകാതെ, ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുള്ളവൻ, കഷ്ടത കണ്ടു നിലവിളി കേട്ടു സങ്കടമറിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം. പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. ഇനി ആരൊക്കെ എതിരായി വരട്ടെ, അതാ തുടക്കത്തിൽ വരെ പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, സമുദ്രമൊത്ത് വീഴട്ടെ, അതിലെ വെള്ളം ഇരച്ച് കലങ്ങട്ടെ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. ഒരു ഉറപ്പുണ്ടാവണം. എങ്കിലും അത് എന്നോട് അടുത്ത് വരില്ല. കാരണം ഞാൻ അത്യുന്നതൻ്റെ മറവില വസിക്കുന്നത്. ഞാൻ ഇളകത്തില്ല. ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ ആവർത്തിച്ച് വചനത്തിൽ പറയും, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിന്ന് വെച്ചാൽ ഇളകരുത്. സ്ഥിരമായി നിന്ന് ദൈവത്തിൻ്റെ രക്ഷ കണ്ടുകൊള്ളു. എന്നതിൻ്റെ അർത്ഥം ഇളകരുത്. ധൈര്യപ്പെടുവീൻ, ഉറച്ചു നിൽപ്പീൻ, ഞാനാകുന്നു. അതിൻ്റെ അർത്ഥം ഇളകരുത്. ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. കാരണം ഉറപ്പുള്ള ഒരു പ്രതലത്തിലാണ്, ക്രിസ്തുവാകുന്ന പാറമേല നമ്മളെ നിർത്തിയത്. അങ്ങനെയെങ്കിൽ ഗമനം സ്ഥിരമാകും. പതറിപ്പോകാൻ, വീണുപോകാൻ, തളർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ഇളകാതെ. ദാവീദ് പറയും, ഞാൻ ഇളകാതെ
പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ഇന്ന് പകലൊരു സ്റ്റെപ്പ് എടുക്കണം. ഞാൻ ഇളകത്തില്ല, ഞാൻ പതറത്തില്ല, ഞാൻ സംശയിക്കത്തില്ല. എൻ്റെ കരത്തിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, അതാരാന്ന് എനിക്കറിയാം. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നവർ സ്ഥിരമായി നിന്ന് ദൈവത്തിൻ്റെ രക്ഷ കാണാൻ പോകാം. നിങ്ങൾ സ്ഥിരമായി നിന്ന ദൈവം നിങ്ങൾക്ക് നൽകുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്നു കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. ഒരു ശക്തി നിങ്ങളെ ജയിക്കുകയില്ല. ഉറച്ചു നിൽപ്പീൻ, ഇളകാതെ നിൽപ്പീൻ. ദൈവ സാന്നിധ്യം ഇന്ന് പകരം ഇറങ്ങട്ടെ. ശരീരത്തിൽ തിരിച്ചറിയട്ടെ, നിങ്ങളുടെ മൈൻഡിൽ തിരിച്ചറിയട്ടെ. പതറിക്കുന്ന, സംശയിക്കുന്ന, ഒരു ദിവസം ബലപ്പെടും, ഒരു ദിവസം സ്ട്രോങ് ആകും, അടുത്ത ദിവസം പുറകോട്ട് വലിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഇളകാതെ യഹോവയിൽ ആശ്രയിക്കട്ടെ, ഇളകാതെ നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അവരെ അസ്ഥിരപ്പെടുത്തുന്ന, ധൈര്യത്തെ ചോർത്തിക്കളയുന്ന പരിശുദ്ധാത്മ ശക്തിയിൽ മുമ്പോട്ട് വരാൻ കഴിയാതെ അവരെ പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഭയങ്ങൾ മാറട്ടെ, പരാജയങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളത് അനുഭവിക്കട്ടെ. ആത്മാവിൻ്റെ പ്രവാഹം വെളിപ്പെട്ട് വരട്ടെ. ധൈര്യം, ഉറപ്പും ജനത്തിന് കൊടുക്കണമേ. ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ആ മുഖത്ത് നിന്ന് വ്യാപരിക്കുന്ന ആ പ്രകാശം, ജനത്തിൻ്റെ മേൽ മുഖത്തിൻ്റെ പ്രകാശം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ദൈവ തേജസ് ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിംഗ് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം സ്വതന്ത്രരാകട്ടെ. പിടിച്ചൊതുക്കുന്ന മണ്ഡലം തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ റിലീസുകൾ കൽപ്പിക്കുന്നു. ഇളകാതെ യഹോവയിൽ ആശ്രയിപ്പാൻ ഈ പകൽ അവിടുത്തെ മക്കളെ എല്ലാം ഇടയാക്കും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഒരു പ്രഖ്യാപനം ചെയ്യൂ. ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഉറപ്പായി നിൽക്കണം. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് പറയണം, എൻ്റെ കൂടെ ഒരുവൻ ഉണ്ട്. അവിടുന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഇളകാതെ ഞങ്ങളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പതറാതെ നിൽക്കുന്നത്, ധൈര്യത്തോടെ നിൽക്കുന്നത്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.